പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 9. പ്രധാന വാർത്തകൾ. ഗസയിലെ നിസ്സഹായരായ ഫലസ്തീൻ ജനതയ്ക്ക് വീണ്ടും സഹായഹസ്തവുമായി ഒമാൻ. സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒമാൻ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ 4ാം ഘട്ട അവശ്യവസ്തുക്കൾ കൈമാറി. ജോർദാനിലെ ഒമാൻ എംബസിയുടെ സഹകരണത്തോടെയാണ് ഫലസ്തീനിലേക്ക് ദുരിതാശ്വാസ സാധനങ്ങൾ എത്തിച്ചത്. റോയൽ എയർഫോഴ്സ് ഓഫ് ഒമാന്റെ വിമാനത്തിൽ ആവശ്യമായ വസ്തുക്കളും ഭക്ഷണവും മെഡിക്കൽ സാമഗ്രികളുമാണ് കൈമാറിയത്. ഇത് ഗസ മുനമ്പിൽ എയർ ഡ്രോപ്പ് ചെയ്യുമെന്ന് OCO അറിയിച്ചു. ഫെബ്രുവരി അവസാനത്തിലും ജോർദാനിലെ ഒമാൻ എംബസിയുടെ ഏകോപനത്തിൽ ഗസ മുനമ്പിലേക്ക് അവശ്യവസ്തുക്കൾ നൽകിയിരുന്നു. ഫെബ്രുവരി 11-നും റഫ അതിർത്തി വഴിയും അവശ്യസാധനങ്ങൾ എത്തിച്ചിരുന്നു. കഴിഞ്ഞ നവംബറിൽ 100 ടൺ ഭക്ഷ്യവസ്തുക്കൾ 5 വിമാനങ്ങൾ വഴിയാണ് ഗസയിലേക്ക് ഒമാൻ കയറ്റി അയച്ചത്. സലാം എയറിന്റെ കാർഗോ വിമാനങ്ങളിലായിരുന്നു ഭക്ഷ്യവസ്തുക്കൾ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചത്. എയർ ബ്രിഡ്ജിലൂടെ ഇവിടെ എത്തിച്ച സാധനങ്ങൾ റഫ ക്രോസിംഗ് വഴി ഫലസ്തീൻ റെഡ് ക്രിസന്റിന് കൈമാറുകയായിരുന്നു. ഗസയിലെ ഇസ്രായേൽ നരനായാട്ടിൽ പരിക്കേറ്റവർക്ക് ആശ്വാസത്തിന്റെ കരങ്ങൾ പകർന്ന് ഒമാനി ഡോക്ടർ തിരിച്ചെത്തി. മസ്കത്തിലെ ഗൗല ഹോസ്പിറ്റലിൽ ഡോക്ടർ ഐമാൻ അൽ സാൽമിയാണ് 15 ദിവസത്തെ ആതുര സേവനങ്ങൾക്ക് ശേഷം തിരിച്ചെത്തിയത്. ഏറെ സാഹസപ്പെട്ടായിരുന്നു ഇദ്ദേഹം റഫ അതിർത്തി വഴി ഗസയിലെത്തിയത്. ഗസയിലെ ദുരിതക്കാഴ്ചകൾ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നെങ്കിലും പരിക്കേറ്റ കുട്ടികളടക്കമുള്ളവർക്ക് കൃത്യമായ പരിചരണം നൽകി സേവന രംഗത്ത് തന്നാലാകുന്ന സംഭാവനകൾ നൽകാൻ കഴിഞ്ഞതിൻ്റെ സംതൃപ്തിയിലാണ് അൽ സാൽമി. പരിക്കേറ്റവരെ, പ്രത്യേകിച്ച് കുട്ടികളെ സഹായിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കിണറ്റിൽ വീണയാളെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി രക്ഷിച്ചു. ദാഖിലിയ ഗവർണറേറ്റിലെ മന വിലായത്തിലാണ് സംഭവം. അപകടം നടന്നയുടനെ സ്ഥലത്തെത്തിയ ഗവർണറേറ്റിലെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയിലെ അംഗങ്ങളുടെ സമയോചിതമായ ഇടപെടലിലൂടെ ആളെ രക്ഷിക്കുകയായിരുന്നു. ആവശ്യമായ വൈദ്യസഹായം നൽകുകയും ചെയ്തു. ഫോർമുല 1 സൗദി ഗ്രാൻഡ് പ്രിക്സ് മത്സരങ്ങൾക്ക് ഉജ്ജ്വല തുടക്കം. ജിദ്ദ കോർണിഷ് സർക്യൂട്ടിൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന മത്സരത്തിന്റെ ആദ്യ ദിവസമായ വ്യാഴാഴ്ച 2 പരിശീലന സെഷനാണ് നടന്നത്. ശനിയാഴ്ച നടക്കുന്ന പ്രധാന മത്സരത്തിനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായാണ് പരിശീലനം നടന്നത്. റെഡ്ബുൾ ടീമിന്റെ ഡ്രൈവറായ ഡച്ച് താരം മാക്സ് ആദ്യ പരിശീലന സെഷനിൽ ലീഡ് നേടി. ആസ്റ്റൺ മാർട്ടിന്റെ ഡ്രൈവർ സ്പാനിഷ് താരം ഫെർണാണ്ടോ 2ാം സ്ഥാനത്തും റെഡ്ബുള്ളിന്റെ ഡ്രൈവർ മെക്സിക്കൻ സെർജിയോ പെരസ് 3ാം സ്ഥാനവുമെത്തി. വൈകിട്ട് 4:30-നാണ് ആദ്യ പരിശീലന സെഷൻ ആരംഭിച്ചത്. കനത്ത മഴയെക്കുറിച്ച് സ്വദേശികൾക്കും വിദേശികൾക്കും മൊബൈലിലൂടെ മുന്നറിയിപ്പ് നൽകി അധികൃതർ. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് പ്രത്യേക ശബ്ദത്തോടെ ജാഗ്രതാ സന്ദേശങ്ങൾ ലഭിച്ചത്. ഇംഗ്ലീഷ്, അറബി, ഹിന്ദി, ഉറുദു തുടങ്ങിയ ഭാഷകളിലായിരുന്നു സന്ദേശം. ഞായറാഴ്ച വരെ മഴയുണ്ടാകുമെന്നും വാദികൾ നിറഞ്ഞൊഴുകാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ പിന്തുടരണം എന്നുമായിരുന്നു സന്ദേശത്തിന്റെ ഉള്ളടക്കം. പ്രത്യേക ശബ്ദത്തോടെയുള്ള സന്ദേശം പലരെയും പരിഭ്രാന്തരാക്കി. എന്നാൽ കാലാവസ്ഥാ മുന്നറിയിപ്പാണെന്ന കാര്യം അറിഞ്ഞതോടെ ആശങ്ക വഴിമാറിപ്പോവുകയും ചെയ്തു. പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് മൊബൈലിലൂടെ നേരത്തെ മുന്നറിയിപ്പ് നൽകുന്ന സേവനങ്ങൾ രാജ്യത്ത് കഴിഞ്ഞ വർഷം തുടക്കമായിരുന്നു. ഇതിന്റെ ഭാഗമായാണ് വെള്ളിയാഴ്ച ജാഗ്രതാ സന്ദേശങ്ങൾ ലഭിച്ചത്. ടെലികമ്മ്യൂണിക്കേഷൻസ് റെഗുലേറ്ററി അതോറിറ്റി സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുമായും കമ്മ്യൂണിക്കേഷൻ സർവീസ് പ്രൊവൈഡർമാരുമായും സഹകരിച്ചാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം രാജ്യത്തെ വടക്കൻ ഗവർണറേറ്റുകളിൽ കനത്ത മഴ ലഭിച്ചു. പുതിയ ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി മുസന്തം, ബുറൈമി, തെക്ക് വടക്ക് ബാത്തിന, ദാഹിറ, ദാഖിലിയ, തെക്ക് വടക്ക് ഷർക്കിയ ഗവർണറേറ്റുകളിലെ വിവിധ പ്രദേശങ്ങളിലാണ് മഴ ലഭിച്ചത്. കാറ്റിന്റെയും ഇടിയുടെയും അകമ്പടിയോടെയായിരുന്നു മഴ കോരിച്ചൊരിഞ്ഞത്. റോഡുകളിൽ വെള്ളം കയറി ഉൾപ്രദേശങ്ങളിൽ ഗതാഗത തടസ്സവും അനുഭവപ്പെട്ടു. ആദം, നിസ്വ, ഇബ്രി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് സാമാന്യം ഭേദപ്പെട്ട മഴ ലഭിച്ചത്. താഴ്ന്ന പ്രദേശങ്ങൾ സുരക്ഷിതമാക്കുന്നതിന്റെ ഭാഗമായി നിസ്വ സൂക്കിലെ പൊതു പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ദാഖിലിയ ഗവർണറേറ്റ് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി വാഹനങ്ങൾ മാറ്റി. സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് പൗരന്മാരോടും താമസക്കാരോടും ആവശ്യപ്പെടുകയും ചെയ്തു. പലയിടത്തും വാദികൾ നിറഞ്ഞൊഴുകുകയാണ്. ദാഖിലിയ ഗവർണറേറ്റിലെ നെഹ്ദ പ്രദേശത്തെ വാദിയിൽ ഒരു പൗരനും
അവൈഫിയ ഏരിയയിലെ വാദിയിൽ ട്രക്ക് ഡ്രൈവറും അകപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. ആർഒപിയുടെ നേതൃത്വത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നു. വീടുകളിൽ വെള്ളം കയറുകയാണെങ്കിൽ മുകളിലെ നിലയിലേക്കോ മേൽക്കൂരയിലേക്കോ മാറി നിൽക്കേണ്ടതാണെന്ന് CDAA ആവശ്യപ്പെട്ടു. റമദാൻ അടുത്തതോടെ മക്കയിലെ ഹോട്ടലുകളിൽ തിരക്കേറി. വ്രതമാസത്തിൽ ഹറമിൽ ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്ന സൗദിക്ക് അകത്തും പുറത്തുമുള്ള സന്ദർശകർക്കും തീർത്ഥാടകർക്കും സേവനങ്ങൾ നൽകാൻ ഹോട്ടലുകൾ മത്സരിക്കുകയാണ്. ഹോട്ടലുകളിലെ ബുക്കിംഗ് അനുപാതം ഉയർന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ തിരക്ക് കൂടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മക്കയിൽ 1150-ലധികം ഹോട്ടലുകളും അതിൽ 2,60,000-ലധികം ഹോട്ടൽ മുറികളുമുണ്ടെന്നും ഇവ ഉയർന്ന നിലവാരമുള്ള റേറ്റിംഗും അന്താരാഷ്ട്ര നിലവാരമുള്ളതാണെന്നും ഹജ്ജ് ഉംറ സിയാറ ദേശീയ കമ്മിറ്റി അംഗം മുഹമ്മദ് ബിൻ യഹിയ അൽ സമീഹ് പറഞ്ഞു. തീർത്ഥാടകർ അന്വേഷിക്കുന്ന ഏറ്റവും മികച്ച സ്ഥലമെന്ന നിലയിൽ ഹറമിനടുത്ത സെൻട്രൽ ഏരിയയാണ് താമസത്തിന് ഉയർന്ന ഡിമാൻഡിന് സാക്ഷ്യം വഹിക്കുന്നത്. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് പ്രവാസി വെൽഫെയർ സലാല നമുക്ക് പ്രചോദനമാകാമെന്ന തലക്കെട്ടിൽ വനിതാ സെമിനാർ സംഘടിപ്പിച്ചു. സ്ത്രീകൾ സ്വയം ശക്തിയാർജിച്ച് മറ്റുള്ളവർക്ക് പ്രചോദനമാകണമെന്നും സാമ്പത്തിക ഭദ്രതയ്ക്കായി കഴിവുകളെ പരിപോഷിപ്പിക്കണമെന്നും സെമിനാർ അഭിപ്രായപ്പെട്ടു. ഐഡിയൽ ഹാളിൽ നടന്ന പരിപാടി ഒമാൻ കോളേജ് ഓഫ് ഹെൽത്ത് സയൻസിലെ ഡോക്ടർ സമീറ സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്തു. മ്യൂസീഷ്യനും സംരംഭകയുമായ ഡോക്ടർ സൗമ്യ സനാതനൻ പാഷൻ ആൻഡ് പ്രൊഫഷൻ എന്ന വിഷയത്തിൽ സംസാരിച്ചു. പ്രവാസി വെൽഫെയർ സലാല വൈസ് പ്രസിഡന്റ് സാജിദ ഹഫീസ് അധ്യക്ഷത വഹിച്ചു. പാപ്പുവ ന്യൂഗിനിയക്കെതിരെയുള്ള അവസാന മത്സരത്തിൽ വിജയം സ്വന്തമാക്കി ഒമാൻ 2020 പരമ്പരയിൽ ജേതാക്കളായി. അമീറാത്തിലെ ക്രിക്കറ്റ് ഗ്രൗണ്ട് ടർഫ് 1-ൽ നടന്ന മത്സരത്തിൽ എതിരാളികളെ 4 വിക്കറ്റിന് തകർത്താണ് ടീം പരമ്പര നേടിയത്. ആദ്യം ബാറ്റ് ചെയ്ത പാപ്പുവ ന്യൂഗിനിയ 6 വിക്കറ്റിന് 127 റൺസാണ് എടുത്തത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ആതിഥേയർ 1 ഓവർ ബാക്കി നിൽക്കെ 6 വിക്കറ്റ് നഷ്ടത്തിൽ വിജയം കാണുകയായിരുന്നു. 3 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ 2-1-നാണ് ഒമാൻ ജേതാക്കളായത്. വരുന്ന 2020 ലോകകപ്പിന്റെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായിരുന്നു മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. ഏകദിന പരമ്പര 1-1 സമനിലയിൽ കലാശിച്ചിരുന്നു. വെസ്റ്റ് ബാങ്കിൽ പുതിയ അനധികൃത കുടിയേറ്റത്തിന് അംഗീകാരം നൽകിയ ഇസ്രായേൽ സർക്കാർ നടപടിയെ ഒമാൻ വിദേശകാര്യ മന്ത്രാലയം അപലപിച്ചു. അന്താരാഷ്ട്ര സമൂഹം അംഗീകരിച്ചതും ഉറപ്പു നൽകുന്നതുമായ ഫലസ്തീൻ ജനതയുടെ അവകാശങ്ങളെ അവഗണിക്കുന്നതാണ് ഇസ്രായേൽ തീരുമാനമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണം. ഫലസ്തീൻ ഭൂമിയിലെ ഇസ്രായേൽ കുടിയേറ്റങ്ങൾ ഒഴിവാക്കാൻ അന്താരാഷ്ട്ര നടപടി സ്വീകരിക്കണമെന്നും ഒമാൻ ആവശ്യപ്പെട്ടു. ഗസ മുനമ്പിലെ ഫലസ്തീൻ ജനതയ്ക്ക് െതിരായ വംശഹത്യ, പീഡനം, ഉപരോധം, പട്ടിണി തുടങ്ങിയ നയങ്ങൾക്കും കീഴ്വഴക്കങ്ങൾക്കും ഇസ്രായേൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയുള്ള ഒമാന്റെ നിലപാട് മന്ത്രാലയം ആവർത്തിക്കുകയും ചെയ്തു. കോഴിക്കോട് വടകര ചോമ്പാല സ്വദേശി കുനിയിൽ മുസ്തഫ ഹൃദയാഘാതത്തെ തുടർന്ന് സലാലയിൽ നിര്യാതനായി. വ്യാഴാഴ്ച അസ്വസ്ഥത അനുഭവപ്പെട്ട ഇദ്ദേഹത്തെ സുൽത്താൻ ഖാബൂസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായിരുന്നു. സലാല മത്സ്യ മാർക്കറ്റിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലിൽ ദീർഘകാലമായി ജോലി ചെയ്തു വരികയാണ്. നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം സലാലയിൽ ഖബറടക്കുമെന്ന് KMCC ജനറൽ സെക്രട്ടറി ഷബീർ കാലടി അറിയിച്ചു. ഗതാഗത നിയമലംഘനവുമായി ബന്ധപ്പെട്ട് ദാഖിലിയ ഗവർണറേറ്റിലെ നിസ്വയിൽ നിന്ന് 32 പേരെ അറസ്റ്റ് ചെയ്തു. 53 മോട്ടോർ സൈക്കിളുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു. നിസ്വ പോലീസ് കമാൻഡ്, നിസ്വ സ്പെഷ്യൽ ടാസ്ക് പോലീസ് യൂണിറ്റിന്റെ പിന്തുണയോടെയാണ് ആളുകളെ പിടികൂടിയത്. ഗതാഗതവും പൊതുസൗകര്യവും തടസ്സപ്പെടുത്തുകയും സമാധാനത്തിന് ഭംഗം വരുത്തുകയും ചെയ്തതിനാണ് ബൈക്കുകൾ പിടിച്ചെടുത്തതെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.